ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വഴുതനങ്ങ വെച്ചിട്ട് ഒരു ചില്ലിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം വഴുതനങ്ങ വെച്ചിട്ട് നിങ്ങൾ വേറെ വെറൈറ്റി ഡിഷൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ചില്ലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ വഴുതനങ്ങയാണ് എടുത്തത്. ഒരു ബൗളിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് കലക്കിയെടുക്കുക. അതിനുശേഷം ഞാനിവിടെ റൗണ്ടായിട്ടാണ് കേട്ടോ മുറിക്കുന്നത്. ഇതുപോലെ റൗണ്ടാക്കി മുറിക്കുക. ഞാൻ ഈ സൈസിലാണ് എടുത്തത്. ഇനി ബാക്കിയുള്ളത് നമ്മൾക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. ഞാൻ എല്ലാം ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് കൈവച്ച് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഈ പൊടികളെല്ലാം കൂടെ ചേർന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒട്ടി നിൽക്കണം കേട്ടോ വഴുതനങ്ങയിൽ. അപ്പോഴേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ടുണ്ടാവുള്ളൂ. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് നമ്മൾക്കിത് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 2 സൈഡ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ മുഴുവൻ പൊരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് ചില്ലി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഒരു പകുതി ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ തക്കാളി സോസും വേണം. ഇനി ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തെടുക്കുന്ന ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ, ആ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി, ഞാനിവിടെ ഒരു പകുതി ഉള്ളിയാണ് കേട്ടോ ചേർത്തത്. കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും വേണം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 2 സ്പൂൺ വെള്ളവും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഒന്ന് കുറുകിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഫ്രൈയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം 2 മിനിറ്റ് ഇതിന് ഹൈ ഫ്ലെയിമിൽ വെക്കണം. എല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾക്കിത് ഓഫ് ചെയ്യാം. അപ്പം നമ്മളുടെ വഴുതനങ്ങ ചില്ലി റെഡിയായി കേട്ടോ. അപ്പം എല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് നമ്മൾക്ക് മല്ലിയില ചേർക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടമാവും. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.